സിംഹാസനങ്ങൾ എപ്പോഴും സ്ഥിരമാണെന്ന് കരുതുന്നവർക്ക് കാലം കരുതി വെക്കുന്ന ചില ഒന്നാന്തരം ടെസ്റ്റുകളുണ്ട്. അതിപ്പോൾ കൃത്യമായി നടക്കുന്നത് AKG സെന്ററിന്റെ ചുവരുകൾക്കുള്ളിലാണ്. ഒരു കാലത്ത് ഈ കേരളക്കരയിൽ ഇരട്ടച്ചങ്കൻ എന്ന ഒരൊറ്റ പേര് കേട്ടാൽ പാർട്ടിയിലെ വൻമരങ്ങൾ പോലും കയ്യും കെട്ടി ശ്വാസമടക്കി അച്ചടക്കത്തോടെ സിന്ദാബാദ് വിളിക്കുമായിരുന്നു. ക്യാപ്റ്റൻ ഒന്ന് കണ്ണുരുട്ടിയാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള സഖാക്കൾക്ക് പനി പിടിക്കുന്ന ഒരു സുവർണകാലം. അങ്ങനെയുള്ള ക്യാപ്റ്റനും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കാവൽ നിൽക്കാൻ അവതരിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് സ്വന്തം അണികളുടെ മുന്നിൽ വിറയ്ക്കുകയാണ്. അതെ, വിചാരണയാണ് സുഹൃത്തുക്കളെ, ഒന്നാന്തരം കൂട്ടുവിചാരണ. അങ്ങ് തെക്കേ അറ്റത്തെ തിരുവനന്തപുരം മുതൽ പാർട്ടിയുടെ ചുവപ്പ് കോട്ടയായ കണ്ണൂർ വരെയുള്ള ജില്ലാ യോഗങ്ങളിൽ ഇപ്പോൾ ഉയരുന്നത് ചോദ്യങ്ങളല്ല, കോട്ടകളുടെ അടിത്തറ തോണ്ടുന്ന മാസ് ഡയലോഗുകളാണ്. പണ്ട് ക്യാപ്റ്റൻ പറയുന്നതാണ് പാർട്ടി നയം എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ ഇന്ന് കസേര ഒന്നിട്ട് നിവർന്നിരുന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. ചരിത്രത്തിൽ ആദ്യമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രണ്ട് നേതാക്കളും ഒറ്റപ്പെട്ടു പോകുന്ന AKG സെന്ററിനെ പോലും പുകയ്ക്കുന്ന കൃത്യമായ ഒരു ആഭ്യന്തര വിപ്ലവത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതാ അതിപ്പോൾ AKG സെന്ററിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് നിന്ന് ചെണ്ട കൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങ് തെക്കേയറ്റത്തെ തിരുവനന്തപുരം AKG സെന്റർ മുതൽ ഇങ്ങ് പാർട്ടിയുടെ സ്വന്തം കണ്ണൂരിലെ ചുവപ്പ് കോട്ടകളിൽ വരെ ഇപ്പോൾ പുകയുന്നത് സാധാരണ പുകയല്ല, ഒന്നാന്തരം ആഭ്യന്തര വിപ്ലവത്തിന്റെ കരിമ്പുകയാണ്. ഒരു കാലത്ത് ഈ കേരളക്കരയിൽ ഇരട്ടച്ചങ്കൻ എന്ന ഒരൊറ്റ പേരിന് മുന്നിൽ അണികളും അല്ലാത്തവരും ഒരേപോലെ അച്ചടക്കത്തോടെ കയ്യും കെട്ടി ശ്വാസം അടക്കി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഒന്ന് കണ്ണുരുട്ടിയാൽ സംസ്ഥാന കമ്മിറ്റി തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള സഖാക്കൾക്ക് പനി പിടിക്കുന്ന കാലം. ആ ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ വലങ്കയായി പാർട്ടി ആദർശത്തിന്റെ വഴിയിലൂടെ നടത്താനിറങ്ങിയ MV ഗോവിന്ദനും ഇന്ന് സ്വന്തം പാർട്ടി യോഗങ്ങളിൽ ഇരിപ്പുറയ്ക്കാതെ വിയർക്കുകയാണ്. പണ്ട്, അതായത് പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾക്കും ചങ്ങാത്ത മുതലാളിത്തത്തിനുമെതിരെ VS അച്യുതാനന്ദൻ എന്ന ഒറ്റയാൻ പട നയിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് VSനെ പിന്തുണച്ചവരെയൊക്കെ അച്ചടക്കത്തിന്റെ വാളെടുത്ത് ഒറ്റ രാത്രി കൊണ്ട് വെട്ടിനിരത്തി വിശുദ്ധന്മാരായവരാണ് ഈ പിണറായിയും കൂട്ടരും. അന്ന് VS പോയതോടെ പാർട്ടിയിൽ ഇനി തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് കരുതി അഹങ്കരിച്ചവർക്ക് കാലം കരുതി വെച്ച് തിരിച്ചടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് VSനെ പോലെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു വൻമരം ഇല്ലായിരിക്കും, പക്ഷെ അന്ന് വെട്ടിനിർത്തപ്പെട്ടവരെയും ഒതുക്കപ്പെട്ടവരുമായ ഒരുപിടി നേതാക്കൾ അണിയറയിൽ ഇരുന്ന് പണി തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരൊറ്റ ജില്ലയിലല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഒരേ അച്ചിലിട്ട് വാർത്തതുപോലെയുള്ള വിമർശനങ്ങളാണ് ഈ രണ്ടു പേർക്കെതിരെയും ഉയരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് പിണറായിയെ താങ്ങി നിർത്തുന്ന അവസാനത്തെ ചില വിശ്വസ്തർ ഭയത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. പണ്ട് മുഖ്യമന്ത്രി എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും പാർട്ടിക്ക് എന്ത് വലിയ പരാജയം സംഭവിച്ചാലും അതേ ക്യാപ്റ്റൻ പറഞ്ഞതാണ് ശരി, ജനങ്ങൾക്കാണ് തെറ്റിയതെന്ന് പറഞ്ഞ് ക്യാപ്റ്റന്റെ നിഴലായി നടന്നിരുന്ന അടിയുറച്ച പിണറായി ഭക്തന്മാരാണ് ഇപ്പോൾ ജില്ലാ യോഗങ്ങളിൽ കസേരയിട്ട് നിവർന്നിരുന്ന് മാസ് ഡയലോഗ് അടിക്കുന്നത്. പരാജയം കനത്തതായപ്പോൾ ജനങ്ങൾ തങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് ബോധ്യമായപ്പോൾ ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന ഭീതി വന്നപ്പോൾ പണ്ടത്തെ ഭക്തന്മാരൊക്കെ പെട്ടെന്ന് വലിയ വിപ്ലവകാരികളായി മാറി നേതൃത്വത്തെ തള്ളി പറയാൻ മത്സരിക്കുകയാണിപ്പോൾ. വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ വിമർശനമല്ല, നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന പഞ്ച് ഡയലോഗുകളാണ് യോഗങ്ങളിൽ ഉയരുന്നത്. ആലപ്പുഴയിലെ യോഗത്തിൽ ഉയർന്ന ആ ഒരു ചോദ്യം മാത്രം മതി ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവാകാൻ കൊതിക്കേണ്ട, ആ കസേരയിലേക്ക് അദ്ദേഹം വരരുത് എന്ന് അണികൾ അങ്ങ് മുഖത്തു നോക്കി പറഞ്ഞു കളഞ്ഞു. ഇത്രയും കാലം പാർട്ടിയിൽ ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ കാര്യം നോക്കിയാൽ അതിലും തമാശയാണ്. അദ്ദേഹത്തിന്റെ ശൈലിയും ശരീരഭാഷയും ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഒട്ടും ചേർന്നതല്ലെന്നാണ് ഇപ്പോൾ സ്വന്തം അണികൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പണ്ട് മൈക്കിന് മുന്നിൽ വന്ന മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും ആദർശം പഠിപ്പിച്ചിരുന്ന ഗോവിന്ദൻ സഖാവിന്റെ ആ മാസ് ലുക്ക് ഇപ്പോൾ വെറും കോമഡി ലുക്കായി മാറിയിരിക്കുകയാണ്. പോരാത്തതിന് പാർട്ടിയിൽ കുടുംബവാഴ്ച പാടിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന അതേ സെക്രട്ടറി തന്നെ സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിത്വം ഒപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചും അണികൾ അക്കമിട്ട് നിരത്തി പരിഹസിക്കുന്നുണ്ട്. തോൽവിയുടെ ഭാരം മുഴുവൻ ഗോവിന്ദന്റെ തലയിൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ പിണറായിയും കൂട്ടരും നോക്കിയെങ്കിലും അണികൾ വിവരമുള്ളതായതുകൊണ്ട് ആ കളി അങ്ങ് പൊളിഞ്ഞുപോയി. സെക്രട്ടറിയെ മാത്രം ബലിയാടാക്കി ക്യാപ്റ്റന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും രണ്ടുപേരും ഒരേപോലെ വീഴ്ച വരുത്തിയവരാണെന്നുമാണ് താഴെ തട്ടിൽ നിന്നുള്ള വികാരം.
ജനങ്ങളുടെ മനസ്സിലെ വികാരവും രോഷവും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം അഹങ്കാരത്തിന്റെ കണ്ണട ധരിച്ചിരുന്ന നേതൃത്വത്തിന് കിട്ടിയ ഈ തിരിച്ചടി പാർട്ടിയെ പൂർണ്ണമായും ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി തന്നെ അങ്ങ് പിരിച്ചുവിടണം, ഗോവിന്ദനെ മാറ്റി പുതിയ സെക്രട്ടറിയെ വെക്കണമെന്നൊക്കെ അണികൾ പരസ്യമായി ആക്രോശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പണ്ട് അച്ചടക്കത്തിന്റെ പേരിൽ അണികളെ വിരട്ടി നിർത്തിയിരുന്നവർ ഇന്ന് സ്വന്തം ഓഫീസുകളിൽ കയറാൻ പേടിക്കുന്ന അവസ്ഥയിലാണ്. ജനങ്ങളുടെയും അണികളുടെയും മുന്നിൽ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ട ഈ ഇരട്ട നേതൃത്വവും വെച്ചുകൊണ്ട് ഈ പാർട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കാലം തെളിയിച്ച കറകളഞ്ഞ നേതാക്കളെന്ന് സ്വയം പുകഴ്ത്തിയവർ ഇന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ പുകഞ്ഞു തീരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ക്യാപ്റ്റന്റെ കപ്പൽ മുങ്ങുകയാണോ അതോ അണികൾ തന്നെ അതിന് തുളയിടുകയാണോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഒന്നുറപ്പാണ്, ക്യാപ്റ്റനും സെക്രട്ടറിക്കും ഇനി അത്ര നല്ല ദിവസങ്ങളല്ല വരാൻ പോകുന്നത്. കഥ ഇവിടെ ഒന്നും തീരുന്നില്ല സുഹൃത്തുക്കളെ. യഥാർത്ഥ കളി ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. പണ്ട് വലിയ സ്റ്റൈലായി മാത്രം ചിന്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്, ഇത്രയും കാലം നമ്മൾ താങ്ങി നടന്ന ഈ രണ്ട് മഹാവീരുകൾക്കും പെട്ടെന്ന് ഈ ഗതി വന്നല്ലോ എന്ന്. പണ്ട് പാർട്ടിയിൽ ഒരില അനങ്ങിയാൽ പോലും അറിയാവുന്ന ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് വെപ്പ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? സ്വന്തം അണികൾ അടിത്തറ തോണ്ടാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരേ ഭാവത്തിൽ ഒരേ ട്യൂണിൽ തുരങ്കം വെക്കുന്നത് പോലും നമ്മുടെ ക്യാപ്റ്റനും സെക്രട്ടറിയും അറിയുന്നില്ല. അറിഞ്ഞപ്പോഴേക്കും കോട്ടയുടെ പകുതിയും അണികൾ അങ്ങ് പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇതിനിടയിലാണ് പിണറായി ഭക്തന്മാരുടെ ചില ആശ്വാസ കണ്ടെത്തലുകൾ. ജില്ലാ യോഗങ്ങളിൽ വിമർശനം കടുക്കുമ്പോൾ ഇവർ ക്യാപ്റ്റനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത് കാണണം. അയ്യോ, ഇത് പാർട്ടിയെ തകർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും സാമ്രാജ്യത്വ ശക്തികളും ചേർന്ന അണിയറയിൽ തയ്യാറാക്കിയ തിരക്കഥയാണ്. തങ്ങളുടെ സഖാക്കൾ അങ്ങനെ പറയില്ല എന്ന്. സ്വന്തം പാർട്ടി ഓഫീസിൽ എയർ കണ്ടീഷണറും ഇട്ട് ചുവന്ന കസേരയിൽ ഇരുന്ന അണികൾ മുഖത്തു നോക്കി ഇറങ്ങിപ്പോകാൻ പറയുന്നത് കേട്ടിട്ടും അതിൽ സാമ്രാജ്യത്വ ഗൂഢാലോചന തിരയുന്ന ഇവരുടെ ഒരു ബുദ്ധി സമ്മതിക്കണം. ഇനി മറ്റൊരു വശത്ത് ഗോവിന്ദൻ സഖാവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് പാവം തോന്നുന്നത്. പണ്ട് പത്രസമ്മേളനങ്ങളിൽ വന്ന് മൈക്കിന് മുന്നിൽ ഇടുപ്പിൽ കയ്യും കുത്തി നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ മാധ്യമപ്രവർത്തകരെ പുച്ഛിച്ചിരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് പാർട്ടി ചർച്ച ചെയ്യും, അത് നിങ്ങൾ അറിയേണ്ടതില്ല, അത് പ്രകൃതി നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിട്ടിരുന്ന ഡയലോഗുകളൊക്കെ ഇപ്പോൾ സ്വന്തം അണികൾ പുള്ളിക്ക് നേരെ തന്നെ തിരിച്ചുവിടുകയാണ്. ഇപ്പോൾ അണികൾ ചോദിക്കുന്നു, തോൽവിയെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തോ എന്ന്, നിങ്ങളുടെ ശൈലി മാറ്റാൻ പ്രകൃതി നിയമത്തിൽ വല്ല വകുപ്പുമുണ്ടോ എന്ന്. അപ്പോഴുണ്ട് ഗോവിന്ദൻ സഖാവിന്റെ ആ പഴയ ക്ലാസ് എടുക്കൽ ഭാവമൊക്കെ മാറി സൗമ്യമായ ഒരു സാധു മാനേജറെ പോലെ ഇരിപ്പ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അണികൾ പോലും കൈവിട്ട രണ്ട് പാവ നേതാക്കളായി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാറിക്കഴിഞ്ഞു. പണ്ട് സ്റ്റേജിൽ കയറിയാൽ വിറപ്പിച്ചിരുന്നവർ ഇന്ന് സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർത്ത് കുളിക്കുകയാണ്. നേതാക്കൾ പുകഞ്ഞ് ഒടുവിൽ കരിയായി മാറുമോ അതോ ഈ ആഭ്യന്തര കലാപം പാർട്ടിയെ തന്നെ പുതിയൊരു വഴിത്തിരിവിൽ എത്തിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒന്നുറപ്പാണ്, ക്യാപ്റ്റൻ സേഫ് ആണെന്ന് കരുതിയിരുന്നവർക്ക് ഇപ്പോൾ സ്വന്തം കസേര പോലും സേഫ് അല്ലെന്ന അവസ്ഥയായിട്ടുണ്ട്. കളി എന്തായാലും തുടരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.